KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ഇന്ന് ചുമതലയേൽക്കും. UDF കൺവീനറായി അടൂർ പ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റുമാരായി ഷാഫി പറമ്പിൽ, PC വിശ്വനാഥ്, AP അനിൽകുമാർ എന്നിവർ ഇന്ന് ചുമതലയേൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 9:30 മണിക്ക് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ചുമതലയേറ്റെടുക്കുക. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ MMSന് ചെറിയ മുറുമുറുപ്പും അലോസരവും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിനെ അപമാനിച്ചിറക്കി വിട്ടു. അദ്ദേഹം വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. മാത്രമല്ല കോൺഗ്രസിൻ്റെ സങ്കടകാലത്തും സന്തോഷമുള്ള കാലത്തും ഒക്കെ തന്നെ പാർട്ടിയെ നയിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് MMS. അപ്പോൾ ഹസൻ്റെ പിണക്കം ഉൾപ്പെടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ചില പിണക്കങ്ങളുണ്ട്, ചെറിയ വിവാദങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രതീക്ഷയോടെ കോൺഗ്രസ് നേതൃമാറ്റത്തെ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ കേരളത്തിലെ അണികൾ കേരളത്തിലെ പുതിയ AICCയുടെ പുതിയ തീരുമാനത്തെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്കെൻ, KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമായി AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിശ്വനാഥ്, UDF കൺവീനറായി അടൂർ പ്രകാശ്, അങ്ങനെ അടിമുടി സാമുദായികമായിട്ടുള്ള സന്തുലിതാവസ്ഥ, അതേപോലെ തന്നെ തലമുറ മാറ്റം, അതടക്കമുള്ള പല വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായി ഇതിനെ കണക്കാക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസിൽ അധികവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. വളരെ പ്രതീക്ഷയോടെ കാണുന്നു എന്ന് പറയാൻ കാരണം എസ്കെൻ, 7 മാസത്തിനപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. കോൺഗ്രസിനെ താഴെ തട്ടിൽ നിന്ന് പൊളിച്ചെഴുതേണ്ട ഉത്തരവാദിത്തം ഈ പുതിയ നേതൃത്വത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു കോൺഗ്രസിലെ പ്രശ്നം. അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിപ്ലിൻ അടക്കമുള്ള പല വിഷയങ്ങൾ കോൺഗ്രസിന് വലിയ തലവേദനയായി നിൽക്കുന്നുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ സണ്ണി ജോസഫിനും ടീമിനും പരിഹരിക്കേണ്ടി വരും എന്നുള്ളതും ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. ഇനി നമുക്കറിയാം എസ്കെൻ, സണ്ണി ജോസഫ് എന്ന് പറയപ്പെടുന്നയാൾ K സുധാകരന് പിൻഗാമിയായി വരുമ്പോൾ അതും കോൺഗ്രസിനെ സംബന്ധിച്ച ചില പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട്. കാരണം സണ്ണി ജോസഫ് K സുധാകരനെ പോലെ തലപ്പൊക്കമുള്ളൊരു നേതാവ് അല്ലെങ്കിൽ കൂടി ഒരേ സമയം സൗമ്യനാണ്, മറുസമയം അദ്ദേഹം കർക്കശക്കാരനായ നേതാവ് കൂടിയാണ്. അദ്ദേഹം ഈ കത്തോലിക്ക സഭയുടെ നോമിനി എന്നുള്ള വിമർശനമൊക്കെ ഉയരുമ്പോൾ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലയോര മേഖലയുടെ പ്രതിനിധി എന്ന് അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ഉയർത്താൻ കഴിയുന്ന ഒരു വിഷയം അത് മലയോര മേഖലയിലെ വന്യജീവി സംഘർഷമാണ്. അത് ഉയർത്താൻ സണ്ണി ജോസഫിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അടൂർ പ്രകാശ് UDF കൺവീനറായി വരുമ്പോൾ ഒന്ന്, ഘടകകക്ഷികളെ ചേർത്ത് നിർത്താം, 2, തെക്കൻ കേരളത്തിലെ ഈഴവ സംഘാടനം, അവരെ സംഘടിപ്പിക്കുക, ഒരു കുടക്കീഴിൽ നിർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി അടൂർ പ്രകാശിനെ സംബന്ധിച്ചിട്ടുണ്ട്. AP അനിൽകുമാർ ഒരു വലിയ ജനക്കൂട്ടത്തെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. PC വിശ്വനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കർണാടകയിലും കേരളത്തിൽ കുണ്ടറയിലും ഒക്കെ കാണിച്ച മാജിക്ക അത് സംഘടനാ തലത്തിൽ എങ്ങനെ കാണിക്കും എന്നുള്ളതുണ്ട്. ഷാഫി പറമ്പിൽ യുവമുഖം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്. അപ്പോൾ ആ ടീമിൽ വലിയ പ്രതീക്ഷ കോൺഗ്രസ് വയ്ക്കുന്നുണ്ട്. KPCC പുനഃസംഘടനയടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും അതേസമയം ഇത്തരം പ്രതീക്ഷകൾ ഉള്ളപ്പോൾ തന്നെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ MM ഹസൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിറക്കി വിട്ടു സ്ഥാനത്ത് നിന്ന് എന്നുള്ളൊരു പരാതിയുണ്ട്. അദ്ദേഹം ഇതുവരെ ഈ പുതിയ തീരുമാനം വന്നതിന് ശേഷം ഇതുവരെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. അതടക്കമുള്ള അതൃപ്തി ആ വിഷയങ്ങളിൽ എങ്ങനെയായിരിക്കും തുടർനീക്കമെന്നുള്ളതും ശ്രദ്ധേയം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു നേതൃമാറ്റം അതൊരു തലമുറ മാറ്റം കൂടിയാകുമ്പോൾ പ്രതീക്ഷകൾ പലതാണ് സ്കെൻ. ഓക്കെ, താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. സണ്ണി ജോസഫ് എന്തായാലും ഇന്ന് രാവിലെ ഇന്ദിരാഭവനിൽ ചുമതലയേൽക്കുകയാണ്. മറ്റു പുതിയൊരു ടീമിനെയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്.